ഹേ ഗായ്സ്, ഞാനും നെയ്തും കൂടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വേദുവിനെ സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് മാറി ഇറങ്ങിയതാ ദീ മുതലും എത്തിയിട്ടുണ്ട് കേട്ടോ. ആളിതാ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ദയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേദുവിൻ്റെ ഡോക്ടറെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ മധുരൈ ടീ കടയിലേക്ക് കയറി. അപ്പോൾ ദേ നമ്മൾ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ചായയല്ല സോറി, ഞാൻ കാപ്പിയും മൂപ്പര് കട്ടൻ കാപ്പിയും പിന്നെ നെയ്തുവിനൊരു ഹോർലിക്സും കടികളൊക്കെ ആയിട്ട് കഴിച്ചിട്ട് കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ടൈമുണ്ട്, 1 മണി 1:30 വരെ വേദു വരില്ല. അപ്പോൾ ടൈമുള്ളതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വെച്ചിട്ട് നെയ്തുവിന് ഇതുവരെ സൂവിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സൂവിൽ കൊണ്ടുപോകാമെന്ന് കരുതി. ഞങ്ങൾ വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ പോയിട്ട് എന്തോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രചന അതൊക്കെ പോയി ചെയ്ത് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറി. പണ്ടത്തെ പോലൊന്നുമില്ല, ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല. അപ്പോൾ കയറുമ്പോഴത്തേനും നെയ്തു ഭയങ്കര എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതിൽ ആകെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാറ്റിനും ഇങ്ങനെ ബാ 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 എന്നൊക്കെ പറഞ്ഞ് വിളിക്കലും കാര്യങ്ങളൊക്കെ ആയി. കൊച്ച് കൊച്ച് ഭയങ്കര ഹാപ്പിയായി. കുറേ സാധനങ്ങളങ്ങനെ കണ്ടു. പിന്നെ അവന് ഓടിക്കളിക്കാൻ കുറേ സ്ഥലമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടും ചാട്ടം ഒക്കെ ആയിരുന്നു അവിടെ. പിന്നെ എല്ലാറ്റിനും പോയി ഇങ്ങനെ ബാ 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 എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വേദും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായേനെ. പിന്നെ നമ്മുടെ ഹിപ്പോ ഒക്കെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവരൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പാർക്കിൽ കയറി. അവിടെ കയറിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഗെയ്സ്. അവിടെ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ പെടാപ്പാടായിരുന്നു. പിന്നെ വേദു വരാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്ന് ഞാൻ പിള്ളേർക്ക് മേടിച്ചതൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഗെയ്സ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.